أيها الأصدقاء السلام عليكم ورحمة الله وبركاته مرحبا بكم إلى حلقة جديدة من دروسنا اللغة العربية في الجلسة الماضية درسنا منظوما പ്രിയപ്പെട്ട കൂട്ടുകാരെ നമ്മുടെ അറബി ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മളൊരു പദ്യമായിരുന്നു പഠിച്ചിരുന്നത്. ഹൽ തദ്കുറൂന ഇസ്മൽ മൻളൂം, ആ പദ്യത്തിൻ്റെ പേര് എന്താണെന്ന് ഓർമ്മയുണ്ടോ? അനാം അസ്സആദ. ഇസ്മുൽ മൻളൂം അസ്സആദ, സആദ എന്നൊരു പദ്യമാണ് നമ്മൾ പഠിച്ചത്. ദറസ്ന ഐളൻ സീഗത്ത ഫിഅലുൽ അംർ. അംർ ഫെയിലിൻ്റെ മൂന്നാമതൊരു രൂപം, മാളി മുലാരിന് പുറമെ, മാളി മുലാരി എന്നീ രണ്ട് രൂപങ്ങൾക്ക് പുറമെ മൂന്നാമതൊരു രൂപം ഫിഅലുൽ അംർ, കൽപ്പന ക്രിയ അല്ലേ എന്നുള്ളൊരു രൂപം കൂടി നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിക്കുകയുണ്ടായി. അല്ലയോ وفي الجلسة الماضية طلبت منكم بعض التدريبات. هل كتبتم التدريبات؟ കഴിഞ്ഞ ക്ലാസ്സിൽ ചില പ്രവർത്തനങ്ങളൊക്കെ ചെയ്യാൻ ആവശ്യപ്പെട്ടിരുന്നു. അതൊക്കെ ചെയ്തോ? നാം അഹ്സൻതും. ഇന്ന് നമ്മൾ ഈ ക്ലാസ്സിൽ കൂട്ടുകാർ ചെയ്ത പ്രവർത്തനങ്ങൾ അത് ശരിയാണോ എന്നൊന്ന് പരിശോധിക്കുകയാണ്. എല്ലാവരും ആ പ്രവർത്തനങ്ങളൊക്കെ ചെയ്തല്ലോ. എന്തായിരുന്നു ഒന്നാമത്തെ പ്രവർത്തനം? നക്തഷിഫുൽ അജ്വിബത മിനൽ മൻളൂമി അനിൽ അസ്ഇലത്തി താലിയ. നമ്മുടെ പുസ്തകത്തിലെ 36-ാമത്തെ പേജിൽ വന്ന പ്രവർത്തനം എന്താ? നക്തഷിഫുൽ അജ്വിബ, ഉത്തരങ്ങൾ കണ്ടെത്തുക, മിനൽ മൻളൂമി, പദ്യത്തിൽ നിന്ന്, അനിൽ അസ്ഇലത്തി താലിയ, താഴെ കൊടുത്ത ചോദ്യങ്ങൾക്ക് പദ്യത്തിൽ നിന്ന് ഉത്തരങ്ങൾ കണ്ടെത്തുക. ഒന്നാമത്തെ ചോദ്യം, കൈഫ തുതിഉല്ലാഹ തആല. കൈഫ തുതിഉല്ലാഹ തആല, എങ്ങനെയാണ് നീ അള്ളാഹുവിനെ അനുസരിക്കുന്നത്? ഉതിഉല്ലാഹ തആല കമ അമറനി. അള്ളാഹു എന്നോട് കൽപ്പിച്ചതുപോലെ ഞാൻ അവനെ അനുസരിക്കുന്നു. പദ്യത്തിലെ ഒന്നാമത്തെ വരിയിലാണ് അതിൻ്റെ ഉത്തരമുള്ളത്. രണ്ടാമത്തെ ചോദ്യം, മാ ഹുവ നൂറുൽ ബസീറ. നമുക്ക് ഉൾക്കാഴ്ച നൽകുന്നത് എന്താണെന്ന്, നമ്മുടെ ഉൾക്കാഴ്ചയെ പ്രകാശിപ്പിക്കുന്ന വസ്തു എന്താണ്? എത്രാമത്തെ വരിയിൽ അതിൽ ഉത്തരമുള്ളത്? അദ്ദീനു ഹഖുൻ വാജിബുൻ നൂറുൽ ബസീറത്തി വൽ ബസർ. രണ്ടാമത്തെ വരിയിൽ എന്താ ഉത്തരം? അദ്ദീനു ഹുവ നൂറുൽ ബസീറ. മതം അതാണ് നൂറുൽ ബസീറത്ത്. മൂന്നാമത്തേത് അത്തിഅ അബാക്ക, ഒരു കൽപ്പനയാണ്. അത്തിഅ അബാക്ക, നിന്റെ പിതാവിനെ നീ അനുസരിക്കണം. ലിമ, എന്തുകൊണ്ടാ പിതാവിനെ അനുസരിക്കണം എന്ന് പറയുന്നത്? ലിമ, എന്താ അതിൻ്റെ ഉത്തരം? ഉത്തിഉ അബി ലിഅന്നഹു റബ്ബാനി ഫീ അഹദി സിഗർ. പിതാവാണ് എന്നെ വളർത്തിയത് മിൻ അഹദി സിഗർ, ചെറുപ്രായത്തിൽ എന്നെ പോറ്റി വളർത്തിയത് എൻ്റെ പിതാവാണ്, അതുകൊണ്ട് ഞാൻ എൻ്റെ പിതാവിനെ അനുസരിക്കുന്നു എന്നാണ്. നാലാമത്തെ ചോദ്യം, കൈഫ തഹ്സുലു അലാ റിളാ വാലിദതിക. എങ്ങനെയാണ് നീ മാതാവിൻ്റെ തൃപ്തി സമ്പാദിക്കാൻ? കൈഫ തഹ്സുലു അലാ റിളാ വാലിദതിക. അഹ്സുലു അലാ റിളാ വാലിദതി എങ്ങനെ? ബിൽ ഇഹ്സാനി വൽ ബിർരി ഇലൈഹ. മാതാവിന് നന്മ ചെയ്ത് കൊടുത്തുകൊണ്ട് ഞാൻ മാതാവിൻ്റെ തൃപ്തി, പ്രീതി സമ്പാദിക്കുന്നു. അടുത്തത് 37-ാമത്തെ പേജിൽ വന്ന അടുത്ത പ്രവർത്തനം, നഖ്താറു സുതൂറ ലിത്തസാരിഹി താലിയ. നഖ്താറു, നാം തിരഞ്ഞെടുക്കുക, അസുതൂറ, വരികൾ, ലിത്തസാരിഹി താലിയ, താഴെ കൊടുത്ത പ്രസ്താവനയ്ക്ക് യോജിക്കുന്ന വരികൾ പദ്യത്തിൽ നിന്ന് കണ്ടെത്തുക. ഒന്നാമത്തെ പ്രസ്താവന എന്താ? ഇന്നൽ വാലിദ യുറബ്ബിൽ ബനീൻ. പിതാവ് കുട്ടികളെ വളർത്തുന്നു. ഏത് വരിയാണ്? ഏതാ വരി? വഅതി അബാക ഫഇന്നഹു റബ്ബാക മിൻ അഹദി സിഗർ. എന്താ രണ്ടാമത്തേത്? ഹമലത്തിക്കൽ ഉമ്മു തിസ്അത അഷ്ഹുരിൻ. ഏതാ? 9 മാസക്കാലം മാതാവ് നിന്നെ ഗർഭം ധരിച്ചു. വളരെ സിമ്പിളാണ്. ഹമലത്തിക്ക തിസ്അത അഷ്ഹുരിൻ ബൈനത്ത അല്ലുമി വല്ലജർ. മൂന്നാമത്തേത് ഇർഹം വാലിദൈക ഫീ കിബരിഹിമ. മാതാപിതാക്കൾക്ക് പ്രായമായാൽ നീ അവരോട് കരുണ കാണിക്കണമെന്നാണ്. ഫഅതിഉഹുമാ വഖിർഹുമാ
കൈല തുഅദ്ദബ ഫി സഖർ. അടുത്ത വരി അലൈന അൻ നത്തബിഅ അവാമിർ അല്ലാഹി തആല, അള്ളാഹുവിൻ്റെ കൽപ്പനകൾ അനുസരിക്കുക എന്നത് നമ്മുടെ മേൽ നിർബന്ധമാണ്. അത്തിഇൽ ഇലാഹ കമാ അമർ വംലഉ ഫുആദക ബിൽ ഹദർ. അടുത്തത് ഇന്ന ഉമ്മക തബ്കി ഇൻദ മറളിക്, നിനക്ക് രോഗം വന്നാൽ നിൻ്റെ മാതാവ് കരയുന്നു എന്നാണ്. ഏതാണ്? ഫൈദാ മരിൽത ഫഇന്നഹ തബ്കി ബിദംഇൻ കൽ മത്തർ. കൂട്ടുകാർ എഴുതിയതൊക്കെ ശരിയാകുമെന്ന് കരുതുകയാണ്. തെറ്റിയിട്ടുണ്ടെങ്കിൽ അത് തിരുത്തുക. അടുത്ത പ്രവർത്തനം ശ്രദ്ധിക്കാം. എന്തായിരുന്നു അടുത്ത പ്രവർത്തനം? നുലാഹിദുൽ കലിമത്തൽ മുസത്തറ വനഖ്താറുൽ മുമാസില മിനസ്സുത്തൂർ, അടിവരയിട്ട പദങ്ങൾ ശ്രദ്ധിക്കുക. വനഖ്താറുൽ മുമാസില മിനസ്സുത്തൂർ, സമാനമായ പദങ്ങൾ പദ്യവരികളിൽ നിന്ന് കണ്ടെത്തുക. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞതാണത്. അത്യൾ, ഇംല, ഈ ഫെയിലുകൾക്കാണ് നമ്മൾ ഫെയിലിൽ അംബ്ര് എന്ന് പറഞ്ഞിരുന്നത്. സമാനമായ പദങ്ങൾ ഏതൊക്കെയാണ് കിട്ടിയത്? ഒന്ന് അത്യൾ, ഇംല, അത് രണ്ടും. പിന്നെ ഹാഫിൽ, അടുത്തത് ഇഖ്ല, അർലി, വക്കിർ. ഇതാണ് അതിൽ വന്ന സമാനമായ പദങ്ങൾ. നമുക്കതിൻ്റെ മാലി മുലാരി ഒന്ന് ശ്രദ്ധിക്കാം. അത്യൾ എന്നതിൻ്റെ മാലി അതാ യുത്തിയു അത്യൾ, മല യംലഉ ഇംല, ഹാഫള യുഹാഫിളു ഹാഫിൽ, ഖല യഖ്ലഉ ഇഖ്ലാൽ, അർല യുർലി അർലി, വക്കറ യുവക്കിറു വക്കിർ. ഈ പട്ടിക നോട്ട്ബുക്കിൽ വരഞ്ഞ് കൂട്ടുകാർ അതിൻ്റെ മാലി മുലാരി അംറ് ഈ രൂപത്തിൽ തന്നെ രേഖപ്പെടുത്തുക, അത് മനസ്സിലാക്കുകയും ചെയ്യുക. മറ്റൊരു പ്രവർത്തനം ഒരു ചാർട്ട് പൂരിപ്പിക്കാനായിരുന്നു. കമ്മിലിൽ ഖാന, മാലി മുലാരി അംറ്. അവിടെ നമ്മൾ സെമിയ എന്ന് കൊടുത്തിട്ടുണ്ട്, ഇസ്മാ എന്നും കൊടുത്തിട്ടുണ്ട്. മാലിയും അംറും കൊടുത്ത് അതിൻ്റെ മുലാരി എഴുതാൻ ആവശ്യപ്പെട്ടിരുന്നു. അതിൻ്റെ മുലാരി സെമിയ യസ്മാഉ. രണ്ടാമത്തേത് ഖാമ യഖൂമു, അംറ് എങ്ങനെ വരിക? ഖും. നസറ യൻസുറു ഉൻസുർ. റക്കിബ യർകബു, അംറ് ഫീല് ഇർകബ്. ദഖല യദ്ഖുലു ഉദ്ഖുൽ. ഫതഹ യഫ്തഹു ഇഫ്തഹ്. അക്കല യഅ്കുലു കുൽ. ദഹബ യദ്ഹബു ഇദ്ഹബ്. ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഈ ക്ലാസ്സിൽ ചർച്ച ചെയ്യാനുള്ളത്. ഇൻഷാ അല്ലാഹ് അടുത്ത ക്ലാസ്സിൽ വീണ്ടും കാണാം. മഅസ്സലാമ.